ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 3 പുത്രന്മാരിൽ ഇളയവനായിട്ടായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയുടെ ജനനം. ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹം ജനിച്ചത്. ഗാന്ധിയുടെ അഹിംസ എന്ന തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 രാജ്യാന്തര അഹിംസാ ദിനമായാണ് ആചരിക്കുന്നത്. 2007 ജൂൺ 15 മുതലാണ് ഗാന്ധി ജയന്തി ദിനം രാജ്യാന്തര അഹിംസാ ദിനമായി ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തത്. മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. സത്യത്തിലും അഹിംസയിലും ഊന്നിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലും പ്രവർത്തികളിലും സമരരീതികളിലും നൂറുകണക്കിന് പേർ ആകൃഷ്ടരായി. അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെയുമാണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ കാഴ്ചപ്പാടുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകി. ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ പച്ചയായ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. അനീതിക്കും അസമത്വത്തിനുമെതിരെ പോരാടിക്കൊണ്ടാണ് ഗാന്ധിജി പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിലെ ഒരു പൊതുപരിപാടിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത മറ്റുള്ളവരെല്ലാം സർവകലാശാലയുടെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ഭംഗിവാക്കുകൾ മാത്രം കുറിച്ചപ്പോൾ ഗാന്ധിജി സംസാരിച്ചത് നിർധനരായ തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ്. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾ സ്വയം പൊട്ടിച്ച് അവ നിങ്ങളുടെ സ്വദേശീയർക്കായി ചേർത്ത് വയ്ക്കും വരെ ഇന്ത്യക്ക് മോചനം ലഭിക്കില്ല. കർഷകരിൽ നിന്ന് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഗുണഫലത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ കൈക്കലാക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ സ്വയം ഭരണത്തിന്റെ വീര്യമുണ്ടാകില്ല. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ നേതാവ് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി അദ്ദേഹം മാറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിച്ചു. വിവിധ മതങ്ങളിലും ജാതികളിലും ഭാഷകളിലുമുള്ള ജനങ്ങളെ ഒരൊറ്റ ജനതയായി അണിനിരത്തി. ചമ്പാരനിലും ഖേദയിലും ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത് കാർഷിക മേഖലയുടെ കരുത്താണ്. അഹമ്മദാബാദിൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത് തൊഴിലിന്റെയും തൊഴിലാളികളുടെയും മൂല്യത്തിനാണ്. റൗലറ്റ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഊന്നൽ നൽകിയപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിറഞ്ഞു നിന്നത് സ്വയം ഭരണത്തിനായുള്ള ലക്ഷ്യബോധമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഗാന്ധിജി ഇന്ത്യയെ പഠിപ്പിച്ചത് മതേതരത്വത്തിന്റെ പാഠങ്ങളാണ്. മറ്റ് ദേശീയ നേതാക്കൾ ഔപചാരിക വേഷങ്ങൾ ധരിച്ചപ്പോൾ ഒരു സാധാരണ ധോത്തിയോ അരവസ്ത്രമോ മാത്രം ധരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. അദ്ദേഹം തന്റെ വസ്ത്രത്തിലൂടെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത അത്ഭുത പ്രതിഭയാണ് ഗാന്ധിജി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങൾ. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട അർദ്ധരാത്രിയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട നവഖാലിയിലായിരുന്നു ഗാന്ധിജി. ഇന്ത്യ പെറ്റ മക്കളാണ് നാം, സഹോദരങ്ങൾ തമ്മിൽ വെട്ടിമരിക്കരുതെന്ന് പറഞ്ഞ് രക്തവും കണ്ണീരും വീണു കുതിർന്ന മണ്ണിലൂടെ ഏകനായി അലയുകയായിരുന്നു ആ മനുഷ്യസ്നേഹി. കിരാതമായ ഹിംസാ മാർഗത്തിലൂടെയല്ലാതെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്ന് മറ്റാരെക്കാളും അധികമായി തെളിയിച്ചത് മഹാത്മാഗാന്ധിയാണെന്നാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജി നൽകിയ സന്ദേശങ്ങളിലാണ് ഇന്നും ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. സമാധാനത്തിനു വേണ്ടി, അനീതിക്കെതിരെ പോരാടാൻ, പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിക്കാൻ, എന്തിനേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോലും. വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ വഴികാട്ടിയും മാതൃകയുമായി നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും പരിഗണിച്ചത് ഗാന്ധിജിയെയാണ്.
1948 ജനുവരി 30 വെടിയേറ്റ് ജീവൻ വെടിയുമ്പോൾ പോലും ഈശ്വരനാമം ജപിച്ച് മിഴിപൂട്ടിയ ആ മഹാത്മാവിന്റെ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാണ്. ലോകം കണ്ട ഋഷി തുല്യനായ ആ കർമ്മയോഗിയുടെ, നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മദിനമാണിന്ന്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേഷം കൊണ്ടും അനുകരണീയനായി ഒരു ജന്മം മുഴുവൻ രാഷ്ട്രത്തിനു വേണ്ടി ജീവിച്ച് ഒടുവിൽ രക്തസാക്ഷിത്വം വഹിച്ച ആ മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് നമ്രശീർഷകരാകാം. മനസ്സ് നന്നാകട്ടെ. ഗാന്ധി ജയന്തി ദിനാചരണത്തിൻ്റെ ഭാഗമായി താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിക്കുന്ന ഗാന്ധിജിയുടെ ഇന്ത്യ ഇന്ന് എന്ന തലക്കെട്ടിലുള്ള വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ദിനാചരണത്തിൻ്റെ ഭാഗമായി NSS യൂണിറ്റ് സംഘടിപ്പിച്ച വിവിധ പരിപാടികളുടെ അവസാനത്തേതാണ് ഈ സെമിനാർ. ഗാന്ധിജിയുടെ ജീവിതവും പ്രവർത്തനവും പ്രമേയമാക്കി സംഘടിപ്പിച്ച വിഷ്വൽ ക്വിസ് മത്സരത്തിൽ സയൻസ് വിദ്യാർത്ഥിയായ ഷഹാന മൻസൂറയും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഫീഖും സംയുക്ത ജേതാക്കളായി. ഗാന്ധിജിയെ വരക്കാം എന്ന പ്രമേയമാക്കി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ സയൻസ് വിദ്യാർത്ഥിയായ ഫാത്തിമ റിദ 1-ാം സ്ഥാനം നേടി. ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ദേവദാർ NSSൻ്റെ സ്നേഹ ഉപഹാരമായി ഗാന്ധിജിയുടെ ആത്മകഥയുടെ PDF പകർപ്പ് നമ്മൾ ഇതിനകം അയച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ സെമിനാറിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പ്രബുദ്ധരായ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വളരെ ലളിതമായി പരിശോധിക്കുകയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യ എങ്ങനെയാണ് പുതുതലമുറ നോക്കിക്കാണുന്നത്? പുതുതലമുറയുടെ സ്വപ്നങ്ങളും എവിടെ എത്തി നിൽക്കുന്നു? അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സെമിനാറിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് ഷഫീഖ് M, ഫാത്തിമ സയ CK, അർച്ചന M, ആദില A എന്നിവർക്ക് സെമിനാറിലേക്ക് ഹാർദവമായ സ്വാഗതം. സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ NSS വോളണ്ടിയർമാർക്കും നമ്മുടെ സ്കൂളിലെ ബഹുമാന്യരായ അധ്യാപകർക്കും താനൂർ ദേവദാർ NSSൻ്റെ സ്വാഗതം. ഗാന്ധി ജയന്തിയുടെ 150-ാം വാർഷികാഘോഷങ്ങൾ പരിസമാപ്തി കുറിക്കുന്ന ഒരു ദിവസമാണിന്ന്. വിവിധ ജില്ലകൾ വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ ഇന്ന് വളരെ ഡൈനമിക്കായി ഇന്നത്തെ ഒരു ദിവസം ഇടപെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ തലങ്ങളിൽ ഉള്ള പരിപാടികളാണ് വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം വെസ്റ്റ് ജില്ല വിദ്യാർത്ഥികൾക്ക് സർഗാത്മകമായ സൃഷ്ടിപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. രാജ്യാന്തര അഹിംസാ ദിനമായാണ് ഐക്യരാഷ്ട്രസഭ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യക്ക് മഹാത്മാഗാന്ധിയും മഹാത്മാവും ഗാന്ധിജിയും ബാപ്പുജിയും രാഷ്ട്രപിതാവുമാണ്.
മെലിഞ്ഞു ക്ഷീണിച്ച ഉടലിലെ ഒറ്റ വസ്ത്രവും വില കുറഞ്ഞ വട്ടക്കണ്ണടയും മുളവടിയും അരയിൽ കോർത്തിട്ട വാച്ചും പല്ലുപോയ മോണക്കാട്ടിയുള്ള ചിരിയും ആ വൃദ്ധരൂപത്തെ ആധുനിക കാലത്തിൻ്റെ മിത്തുകളിലൊന്നാക്കി മാറ്റി. ലോക ചരിത്രത്തിലെ നിർണായകമായൊരു ഘട്ടത്തിലാണ് ഗാന്ധിജി ജീവിച്ചത്. മാർക്സിൻ്റെയും ഫ്രോയിഡിൻ്റെയും തീച്ചയുടെയും ഐൻസ്റ്റൈൻ്റെയും ആശയങ്ങൾ ഇളക്കിമറിച്ച ലോകത്ത് അവയിലൊന്നിനെയും പിന്തുടരാതെ അദ്ദേഹം ഇന്ത്യയുടെ മോചനത്തിനായി സ്വന്തം പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തി. ശാസ്ത്രലോകം വാചാലമായപ്പോൾ അദ്ദേഹം പ്രകൃതിക്കുണ്ടാകുന്ന തകർച്ചയുടെ ഭവിഷ്യത്തിനെയും തകർന്നു പോകുന്ന ഗ്രാമങ്ങളെയും പറ്റി സംസാരിച്ചു. യുക്തിവാദം ശാസ്ത്രീയ യുക്തിയുടെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം മതത്തെ ആലിംഗനം ചെയ്തു. അടിക്കു തിരിച്ചടി എന്ന പുരാതന നയത്തെ സത്യാഗ്രഹം എന്ന സഹന സമരം കൊണ്ട് തിരുത്തിയെഴുതി. മൗനവ്രതവും പ്രാർത്ഥനയും നിരാഹാരവും നൂൽനൂൽപ്പും പോലുള്ള ചെറു കർമ്മങ്ങളെ അതിതീവ്രമായ രാഷ്ട്രീയ സമരായുധങ്ങളാക്കി മാറ്റി. ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നത് അവിശ്വസനീയമാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റൈനെ കൊണ്ട് പറയിച്ചു. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലൂടെ ലോകത്തിനും സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല, ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല, കുടിലുകളിലാണ് എന്നാണ് രാഷ്ട്രപിതാവ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി കൊൽക്കത്ത തെരുവുകളിൽ ശാന്തി സന്ദേശം എത്തിക്കുകയായിരുന്നു. ഗാന്ധിജി പറഞ്ഞു, അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും. അതിൻ്റെ വലയിൽ വീഴാതിരിക്കുക, അതിൻ്റെ ആഡംബരങ്ങളിൽ ഭ്രമിക്കാതിരിക്കുക. ഇന്ത്യയിലെ പാവപ്പെട്ട ഗ്രാമീണ ജനതയെ സേവിക്കാനാണ് നിങ്ങൾ അധികാരത്തിലിരിക്കുന്നതെന്ന കാര്യം മറക്കാതിരിക്കുക. സ്വന്തം ജീവിതം പരീക്ഷണവും സഹനവും സമരവും കൊണ്ട് അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യ മുന്നേറ്റം നയിച്ചു. ആയുധമേന്താതെ ഒരു മഹാസാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചു. നൂറ്റാണ്ടുകളായി അടിമത്തത്തിലാണ്ടുകിടന്ന അനേകം ജനതകളുടെ വിമോചന സ്വപ്നത്തിന് തിരികൊളുത്തി. ദയാശൂന്യതയും ലാഭക്കൊതിയും ആധിപത്യവാസനയും കൊടികുത്തി നിന്ന ലോകത്ത് അക്രമരാഹിത്യമെന്ന മഹത്തായ സമരമാർഗം കൊണ്ടുവന്നു. ഗാന്ധി ലോകത്തിന് രക്തച്ചൊരിച്ചിലില്ലാത്ത വിമോചനത്തിൻ്റെയും അഹിംസയുടെയും പ്രവാചകനാണ്. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ജനതയെ കോർത്തിണക്കി ഏക മനസ്സാക്കിക്കൊണ്ട് ആ മഹാത്മാവിൻ്റെ ജീവിതം അർത്ഥപൂർണമാക്കുന്നു. മതവൈരവും ജാതിഭ്രാന്തും സാമ്രാജ്യത്വവും പ്രകൃതി ചൂഷണവും പുതുരൂപങ്ങളിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയധികം പ്രസക്തമാണ്. ആ മഹത്വമേറിയ ജീവിതത്തെക്കുറിച്ച് എത്രയേറെ വാചാലമായാലും മതിവരില്ല. ഗാന്ധിയും മറ്റു നേതാക്കളും നമ്മളിൽ ഏൽപ്പിച്ച ഇന്ത്യക്ക് ഇന്ന് ജനാധിപത്യവും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും സമത്വവും സാഹോദര്യവും എല്ലാം കാണാക്കിനാക്കളായി മാറിയിരിക്കുന്നു. സി രാധാകൃഷ്ണൻ്റെ നോവലിൽ പ്രതിപാദിച്ചതുപോലെ മുംബൈ പറക്കുന്ന പക്ഷി ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ന് അത്യാവശ്യമാണ്. മുന്നിൽ വരുന്ന അപകടങ്ങളെ തരണം ചെയ്യാനും പിന്നിൽ വരുന്ന പക്ഷികൾക്ക് വഴികാട്ടിയാകാനും. ഇന്ത്യയുടെ നവോത്ഥാനത്തിനായി ഇനിയും ഒരു പ്രതീക്ഷയുടെ ഗാന്ധി ജനിക്കണമെന്ന് ഓരോ ഇന്ത്യൻ പൗരനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരു മതഭ്രാന്തനു മുന്നിൽ ജീവൻ വെടിഞ്ഞ ആ ശാന്തിദൂതന് മുന്നിൽ പ്രണാമം. The best way to find yourself is to lose yourself in the service of others എന്ന ഗാന്ധി വചനം ഉൾക്കൊണ്ട് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ NSS വോളണ്ടിയേഴ്സിനും മറ്റെല്ലാവരെയും ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. A warm good morning to one another. I feel immensely pleasure and really privileged to share some ideas about Gandhi's India today on behalf of Gandhi Day celebration. The last Wednesday, Supreme Court of India implemented a judgment related to the case of Babri Masjid. The verdict acquitted all the 32 accused. As the founding father of India, Bapuji left us with a legacy of pre-independence struggle which we all cherish and still serves as an inspiration for many of us across the country. His unwavering focus on truth, simplicity, caring for the needy, and non-violence are ones that have the potential to keep us ungrounded and on a proper path for the rest of our lives.
father of the nation left his indelible mark on developmental issues as well. The talks he delivered, the articles he wrote, speak to issues still confront India today. And India still debates the legacy of the man known as Mahatma or the Great Soul. There is no question of Gandhi's incandescent influence on the world stage. However, on the home soil, Bapuji's effect is nebulous. His bespectacled face looks out from the rupee note, and streets are named after him in numerous cities. Politicians invoke his name like an approval and mark each anniversary of his birth and his passing. It seems today Gandhiji is everywhere yet nowhere. Bapuji visualized India as of a self-sufficient villages. Caste and religion would grow fair as identity markers. Governance would stress on equality and non-violence. Caste and tribe finding that the huge chaotic cities, the materialistic fever of swelling middle and upper classes, an arsenal of nuclear weapons, and epidemic violence against women suggest a very different national identity. Sports in India's history has been its treated caste system. What started out in the early Vedic age as an occupation-oriented system became a rigid that could not be altered under any circumstance. Soon, qualities were being defined in terms of one's caste affiliations, and people were either being privileged or ostracized on the basis of the same. This continued in the colonial era in the form of social evils like manual scavenging, and still lingers now in the form of ills and evil acts of crime such as honor killing. Thousands of women and girls each year are victims of gender violence in our country. The most recent statistics from the National Crime Records Bureau shows that crimes against women have increased to 34% in the past 4 decades. Bapuji successfully demonstrated to a world weary with wars and continuing distractions that adhering to the truth and non-violence is not meant for individual behavior alone, but also can be applied in the global affairs too. He was one of the history's most remarkable human beings. He has been immortalized as a martyr, forever remembered as a man who walked the earth like a scholar. Brought down an empire without firing a bullet and led 500 million people to freedom. Now, Gandhiji's greatest ability was to walk his talk at every level and in every way. India continued to be a nation of many diverse nationalities, but never did they so anonymously identify with another leader as they identified with Gandhi. Across classes and communities that were even more sharply divided than they are these days, Bapuji proved that one man has the power to take on an empire using both ethics and intelligence. He practiced what he preached at every possible level, be it how he dressed like the poorest Indian with a hand-woven cotton cloth that barely covered his body, or the simplicity of his watches. When it came to personal possession, unlike today's leader, both business, political or religious, he had the barest minimum. Another great leadership quality was in his treatment of others. He always looked at everyone as equal. He dressed and lived as the commonest and poorest Indian. He connected equally well with the affluent classes. They understood his sacrifice of renouncing his wealth and affluence. More important, through his ability to articulate a vision in language that was universally understood, that inspired all sections of society. The frail, bespectacled prophet of non-violent revolution still dominates India's consciousness. Yet, for a growing number of Indians, Gandhiji's example seems distant. The legacy of Mahatma Gandhi today is challenged by neglect, obsession and cunning co-option. The present modernization of India, Gandhiji's personal philosophy of non-violence, rural virtues and religious tolerance appears to have lost its meaning.
Gandhi understood that the fight against colonialism is incomplete without the assertion, without xenophobia or chauvinism of one's own cultural identity. In this sense, he was echoing Chanakya's view that a nation is not only about territory and an administrative structure, but a cultural construct based on identifiable markers of a civilizational legacy. When a nation and the culture that underlies it are not in sync, we have a republic that has the paraphernalia of nationhood without a soul. It would have been very difficult for Gandhiji to see how far the nation has varied away from his vision. Communal tensions and violence are at the peak. The economic disparity between the rich and poor has increased exponentially. The rural-urban divide is greater than ever. It's time for us to wake up and remember the man who once united our great nation. The man whose ideas inspired hundreds of thousands of people to the world can once again inspire us the greatness. We can follow Gandhiji's visions and ideologies which still persist somewhere in the depth of underlying current history of our nation. It is up to us to explore those deep depths and the dreams of our father of our nation. As I referred before, when democracy and secularism moved to the grave, fascism and communism brought the states. Let us return to the great man who led the way decades ago. Thank you. മാന്യ സദസ്സിനു വന്ദനം. മനസ്സു നന്നാവട്ടെ. 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ച മഹത് വ്യക്തി തൻ്റെ ചെറുപ്പകാലം തൊട്ടേ സത്യത്തിലധിഷ്ഠിത ജീവിതം മുന്നോട്ട് നയിച്ചു. 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് ദാദാ അബ്ദുള്ള എന്ന വ്യാപാരിയുടെ നിയമോപദേശകനായി ഇന്ത്യയിൽ നിന്നും വണ്ടി കയറി. അപ്പോൾ ഗാന്ധി വിചാരിച്ചു കാണില്ല, ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ ജനതയെയും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്വം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന്. 1903 ജൂണിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിലൂടെ തൻ്റെ സ്വാതന്ത്ര്യ സമരയുഗത്തിലേക്ക് ഗാന്ധി കാൽവെക്കുകയുണ്ടായി. 1906 തൻ്റെ സത്യാഗ്രഹ പ്രസ്ഥാനം അദ്ദേഹം തുടർന്നു. 20 വർഷത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന് ശേഷം 1914 ജൂലൈയിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു. സത്യത്തിൻ്റെയും അഹിംസയുടെയും പാതയിലൂന്നിയ ആ ജീവിതത്തിൽ 1917 ബീഹാറിലെ ചമ്പാരനിൽ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം നടപ്പിലാക്കി. ഇന്ത്യക്കാർക്ക് പുതിയ ഒരു അഹിംസയിലൂന്നിയ സമരരീതി പഠിപ്പിച്ചു കൊടുക്കുകയാണുണ്ടായത്. സാധാരണക്കാരെ പോലെ വസ്ത്രം ധരിച്ചും സാധാരണ ജീവിതം നയിച്ചും ഗാന്ധി വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചു പറ്റുകയുണ്ടായി. തുടർന്ന് ഒരുപാട് ചരിത്രപ്രധാനമായ സംഭവങ്ങൾക്ക് ഇന്ത്യ സാക്ഷിയായി. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി എഴുതപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ 17 ഉപവാസങ്ങൾ, അതിൽ തന്നെ 21 ദിവസം നീണ്ടുനിന്ന ഉപവാസം, തൻ്റെ അഹിംസയിലൂടെയും സത്യത്തിലൂടെയും ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. എന്നാൽ അധികാരചിന്ത തൻ്റെ മനസ്സിൽ ഒട്ടുമില്ല എന്നതിന് തെളിവായി അദ്ദേഹം സ്വാതന്ത്ര്യം നേടിയ ആ ദിനത്തിൽ ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഇത്ര വിശ്വസ്തയോടെ പറയാൻ മറ്റൊരു നേതാവിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇറാൻ നോബൽ സമ്മാന ജേതാവായ ഷെറിൻ ഇബാദി ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ആചരിക്കണമെന്ന് വാദിച്ചത്. 2007 മുതൽ ലോക അഹിംസാ ദിനമായി ഒക്ടോബർ 2 ആചരിക്കാൻ തുടങ്ങി. സോക്രട്ടീസിൻ്റെ ജ്ഞാനവും സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ വിനയവും ലെനിൻ്റെ ബഹുജന ആകർഷണവുമുള്ള വ്യക്തിയാണ് ഗാന്ധി. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടക്കണമെന്ന് പറയുമായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായിരിക്കണം ഇന്ത്യയിൽ അധികവും വേണ്ടത്. എന്നാൽ എല്ലായ്പ്പോഴും വിശക്കുന്ന രാഷ്ട്രീയക്കാർ അധികാരത്തിനായി വിശക്കുന്നു. ഗാന്ധിജിയുടെ വചനങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്നു. സമത്വത്തിലധിഷ്ഠിതമായ ജാതി വർഗ ലിംഗഭേദമന്യേ ജീവിക്കണം, ഇന്ത്യ തങ്ങളുടെ രാജ്യമാണെന്ന ബോധം എല്ലാവരിലും ജനിക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു ഗാന്ധിയുടെ ആവശ്യങ്ങൾ. ഒരിക്കലും ആരെയും വേദനിപ്പിക്കാതെ തൻ്റെ ശത്രുക്കളോട് പോലും ദയ കാണിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്താണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ബാബരി മസ്ജിദ് പോലെയുള്ള തീർത്തും മതേതരത്വത്തിന് എതിരായ രാഷ്ട്രീയ നാടകങ്ങൾ ഇന്ത്യയിൽ പരക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. നിയമത്തിൻ്റെ അവസാന വാക്കായ കോടതിക്ക് വരെ ഇന്ന് രാഷ്ട്രീയ ചൂതാട്ടത്തിന് നിന്നുകൊടുക്കുന്നു. 1987 ദലാച്ചക് കൂട്ടക്കൊലയിൽ തുടങ്ങി ജാതീയ
ആക്രമണം 2 പതിറ്റാണ്ടുകൾക്കപ്പുറം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഇന്ത്യ ഇന്ന് തലകുനിച്ചു പോവുകയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ചിന്തയിലും വാക്കിലും ആവശ്യത്തിലും പൂർണ്ണമായ ഐക്യം ഉണ്ടായിരിക്കണം. ഒരിക്കൽ ഗാന്ധി തൻ്റെ യങ് ഇന്ത്യയിൽ എഴുതിയവയാണിവ. അർദ്ധനഗ്നനായ ഫക്കീറിൻ്റെ ഇന്ത്യ അധംപതിച്ചു പോയിരിക്കുന്നു. ഗാന്ധിയൻ ആശയങ്ങളിലൂടെ ഒരു ഇന്ത്യ ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധിജിയുടെ 151-ാം ജന്മദിനം. സമത്വവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ശാക്തീകരിക്കപ്പെട്ടതുമായ ജീവിതം കാക്ഷിക്കുന്ന ലോകത്താകമാനമുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ ദീപനാളമാണ് ഗാന്ധിജി. മാനവ സമൂഹത്തിന്മേൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനത്തിന് സമാനതകളില്ല. നല്ല രാജ്യഭരണത്തിൻ്റെ ലക്ഷണമായി മഹാത്മാഗാന്ധി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യം നിരാലംബരും നിസ്സഹായരും ദരിദ്രരുമായ മനുഷ്യർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതാണ്. ഏറ്റവും എളിയവനു വേണ്ടി ചെയ്യുന്നതാണ് നീതിയും ധർമ്മവും. സ്വാതന്ത്ര്യത്തിന് ശേഷം മാറി മാറി അധികാരത്തിലെത്തിയ സർക്കാരുകൾ ഇക്കാര്യം വിസ്മരിച്ചുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നാനാത്വത്തിൻ്റെ ഭൂമികയാണ് ഇന്ത്യ. നമ്മുടേതിനോളം നാനാത്വമുള്ള മറ്റൊരു പ്രദേശമില്ല. ഇവിടെയുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്താനും സാമ്രാജ്യത്വത്തെ എതിരിടാൻ ജനങ്ങൾ ഭിന്നതകൾ മറന്ന് ഒന്നിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചതും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ തല ഉയർത്തിയതും ഗാന്ധിജിയായിരുന്നു. ഇതിനായുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചതാകട്ടെ ഇന്ത്യയിൽ നിന്നല്ല, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഗാന്ധിജിക്ക് ദീർഘദൃഷ്ടിയും വിശാല വീക്ഷണവും ഉണ്ടായിരുന്നു. മരണം വരെയും അദ്ദേഹം തൻ്റെ ആശയങ്ങളിൽ ഉറച്ചുനിന്നു. രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല, ചിന്തയിലും പ്രവൃത്തിയിലും കൂടി മഹാത്മാഗാന്ധി ഇന്ത്യയെ കൂട്ടിയോജിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എത്രമാത്രം പ്രസക്തമായിരുന്നു അത്രത്തോളം തന്നെ പ്രസക്തിയുണ്ട് ഇന്നും ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക്. ലോകം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലുണ്ട്. സമത്വസുന്ദരവും മതമൈത്രിയും വികസന കാഴ്ചപ്പാടും നിറഞ്ഞ ഒരു ഇന്ത്യയെയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. വിദ്യാഭ്യാസമാണ് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതെന്ന് അദ്ദേഹം സ്വജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞു. വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും വിദ്യ നേടി പ്രബുദ്ധരായവർ പൊതുരംഗത്തിറങ്ങി രാഷ്ട്രത്തെ വളർച്ചയിലേക്ക് നയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു വ്യക്തിയുടെ സർവ്വവിധ വളർച്ചയും വികാസവും ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം. അക്ഷരം അറിയാത്തവരെ അക്ഷരം അറിയുന്നവർ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. രാജ്യത്തെ പൗരുഷത്തെ നിർവീര്യമാക്കുന്ന മഹാശാപമായ മദ്യപാനത്തെ കർശനമായി നിരോധിക്കാൻ അതിയായി ആഗ്രഹിച്ച ആളാണ് ഗാന്ധിജി. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഗ്രാമങ്ങളുടെ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വച്ചു. വ്യക്തികളും സമുദായങ്ങളും തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി അധ്വാനിച്ച ഗാന്ധിജി നാം എല്ലാം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ഏവരെയും ഒരുമിച്ചു കൂട്ടി. യാതൊരു അസമത്വങ്ങളും വെറുപ്പും വിദ്വേഷവുമില്ലാത്ത സമാധാനപൂർണമായ ഒരു ഇന്ത്യയെ അദ്ദേഹം സ്വപ്നം കണ്ടു. ഒന്നോർത്തു നോക്കൂ, ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയിൽ നിന്നും നാം എത്ര അകലെയാണ്. ഭീകരവാദവും മൗലികവാദവും തീവ്രവാദവും ഹൃദയരഹിതമായ പകയും രാജ്യങ്ങളെയും സമൂഹങ്ങളെയും ഭിന്നിപ്പിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ശാന്തിയും അഹിംസയും പാലിക്കാനുള്ള മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിന് മാനവികതയെ ഒന്നിപ്പിക്കാനുള്ള കരുത്തുണ്ട്. അസമത്വം അസാധാരണമല്ലാത്ത സാഹചര്യത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള തുല്യതാപൂർണമായ വളർച്ചയെന്ന ബാപ്പുവിൻ്റെ ആശയത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട കോടിക്കണക്കിന് പേർക്ക് അഭിവൃദ്ധിയുടെ യുഗം സമ്മാനിക്കാൻ സാധിക്കും.